അപ്പോസ്തല പ്രവർത്തനം 18-ാം അധ്യായം 10-ാം തിരുവചനം. എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ വലിയൊരു വിശ്വാസം, വലിയൊരു പ്രത്യാശ, ദൈവം തരുന്ന ഈ വലിയൊരു വാഗ്ദാനം, നമ്മളൊരിക്കലും തനിച്ചല്ലെന്നുള്ളത്. നമ്മുടെ കൂടെ എത്ര വലിയ പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയൊക്കെ നടുവിലും നമ്മളെ കാത്തു പരിപാലിക്കുന്ന, ഒരു തിന്മയുടെ ശത്രുക്കൾക്കോ ദുഷ്ടർക്കോ നമ്മുടെ മേൽ വിജയം നേടാൻ സാധിക്കാത്ത വിധം എന്നെയും നിങ്ങളെയും തമ്പുരാൻ്റെ കൃഷ്ണമണി പോലെ കൈക്കുള്ളിൽ പരിപാലിക്കുന്ന ആ ദൈവത്തിൻ്റെ വലിയ കരുതൽ, സ്നേഹം, ഒരു വലിയ വാഗ്ദാനം ഈ വചനം. തമ്പുരാൻ്റെ വചനം നമ്മളോട് പറയാം, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഒരുപക്ഷെ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം എന്നൊക്കെ പറയുന്നത് ഈ ഒറ്റപ്പെടലിൻ്റെയാണ്. ഞാൻ തനിച്ചേ ഉള്ളൂ, എനിക്കാരുമില്ല. പ്രത്യേകിച്ച് രോഗങ്ങളും തകർച്ചകളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ നമ്മൾ പറയും, എനിക്ക് കൈത്താങ്ങാൻ ആരുമില്ലായിരുന്നു, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എന്നെ കേൾക്കാൻ ആരുമില്ല, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, സാരമില്ല പോട്ടെന്ന് പറയാൻ ആരുമില്ലെന്നുള്ള ആ ഒരു വലിയ സങ്കടം. അതുകൊണ്ട് തമ്പുരാൻ പറയുന്നത്, നീ തനിച്ചല്ല, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നിന്നെ ഒരിക്കലും ആർക്കും ഒന്നിനെ ഉപദ്രവിക്കാൻ പറ്റത്തില്ല. കാരണം നീ എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ്. നിന്നെ ഉപദ്രവിക്കുന്നവരെന്നെ ഉപദ്രവിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വലിയ സംരക്ഷണ കോട്ടയ്ക്കുള്ളിൽ വന്ന് നിന്നെ ഉപദ്രവിക്കാനോ ആക്രമിക്കാനോ തകർക്കാനോ ഈ ലോകത്തുള്ള ഒരു ശക്തിക്കും സാധ്യമല്ല. ഇപ്പോഴുള്ളവരെ, ഈ ഒരു വലിയ ബോധ്യവും വലിയ വിശ്വാസവും നമ്മുടെ നെഞ്ചിനകത്തുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നിനെയും ഭയപ്പെടുകയും വേണ്ട, പരിഭ്രമിക്കുകയും വേണ്ട. നമ്മൾ ഒരിക്കലും സങ്കടപ്പെടുകയോ ദുഃഖിക്കുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കൂടെയുള്ളത് നമ്മളെ പരിപാലിക്കുന്ന നമ്മുടെ ദൈവം. നമുക്കതുകൊണ്ട് അവൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, പലപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെ ഒറ്റപ്പെടലിൻ്റെയും തിരസ്കരണത്തിൻ്റെയും പഴികേൽക്കളികളുടെയും ഞാൻ തനിച്ചാണെന്നുള്ള ആ വലിയൊരു സങ്കടമൊക്കെ എൻ്റെ നെഞ്ചിനകത്തിൻ്റെ ഉള്ളിലുണ്ട്. എന്നാൽ കർത്താവേ, നിൻ്റെ വചനം ഓർപ്പിക്കുന്ന പോലെ നീ എൻ്റെ കൂടെയുള്ളവനാ, നീ എന്നെ കാത്തു പരിപാലിക്കുന്ന ദൈവം. നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാ ദുഷ്ടശത്രുക്കളിൽ നിന്നും, ശത്രുവിൻ്റെ കെണിയിൽ നിന്നും, ദുഷ്ടാരൂപിയിൽ നിന്നും, കർത്താവെ, എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും നീ എന്നെ കാത്തു പരിപാലിക്കുന്നതിൻ്റെ വലിയ സ്നേഹത്തെ ഞാൻ നന്ദി പറയുന്നു. ദൈവം, നിൻ്റെ കൃപ എനിക്ക് വേണം. നിൻ്റെ തൃക്കരങ്ങളിലെ കാത്തു പരിപാലിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.